ഹായ് ഗൈസ്. അപ്പോൾ ഗൈസ് ശ്രീൻ്റെ ബർത്ത്ഡേയും വിരുന്നും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കണ്ണൂരേക്ക് എത്തി. ഇപ്പോൾ കണ്ണൂരാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങളതാണ് കാണാൻ പോണത്. അപ്പോൾ ഞാനിതപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. ഇപ്പോൾ 6:45 കേട്ടോ സമയം. ഇപ്പോൾ എണീറ്റിട്ട് ഇനി ഞാൻ ഫ്രഷായിട്ട് നേരെ താഴോട്ട് പോവും. അമലിതവിടെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതിപ്പോഴൊന്നും എണീക്കാൻ പോകില്ല. അപ്പോൾ ഇനി നേരെ താഴെ പോയി കഴിഞ്ഞാൽ അമ്മ അടുക്കളയിലുണ്ടാവും. അപ്പോൾ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ ആണ് ഡേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇനി ഫ്രഷായിട്ട് നേരെ താഴേക്ക് പോവാം. പിന്നെ കേസോരില്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്. അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു എന്താ പറയുക എന്തൊക്കെ പോലെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണല്ലോ പോവുക. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോ കോളൊക്കെ ചെയ്യാം. ദിവസവും ചെയ്യണതാണ്, വിളിക്കും, സംസാരിക്കണമൊക്കെ ആണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ താഴേക്ക് പോവാം ഫ്രഷായിട്ട്. അപ്പോൾ ഗൈസ് ഫുൾ ഫ്രഷായി. ഇനി നമുക്ക് താഴേക്ക് പോയി നോക്കാം കേട്ടോ. അടുക്കളയിൽ രാവിലത്തേക്കുള്ള ഒരുവിധം പണിയൊക്കെ അമ്മ തീർത്തിട്ടുണ്ട്. ഇപ്പം അച്ഛൻ പുറത്ത് പോയതാട്ടോ. അച്ഛൻ നടക്കാൻ പോകും. അപ്പോൾ അച്ഛൻ അങ്ങനെ നടക്കാൻ പോയതാണ്. പിന്നെ ഷൈന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അമ്മ അടുക്കളയിലാണ്. അമ്മ ഇന്ന് രാവിലെ തന്നെ നൂൽപുട്ടും പിന്നെ നൂൽപ്പിട്ട് ഇത് പാല് കാച്ചി വെച്ചാട്ടോ. പിന്നെ ഇത് ഇന്നലത്തെ കറിയാണ്. ഇന്നലെ നമ്മൾ ബീഫ് കറി ആയിരുന്നു വെച്ചത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാര്യം അച്ഛൻ വരും, പിന്നെ ചായ വെക്കും. ഇവിടെ നേരത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. ഞാൻ വീട്ടിൽ 10 മണി ഒക്കെ ആകുന്ന സമയത്താണ് ഞാൻ ഭക്ഷണം കഴിക്കുക. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് ആകുന്ന സമയത്തേക്ക് അച്ഛൻ ഭക്ഷണം കഴിക്കും. ഇവിടെ കണ്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് JCB ലോറിയൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക. ഇവിടെ കുറച്ച് നേരത്തെയാണ് കറക്റ്റ് സമയത്തിന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കറക്റ്റ് 1:30 ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കഴിക്കുക. ഇനിയിപ്പം അച്ഛൻ വരും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞാനും അമ്മയും അച്ഛനും കൂടെ ഇങ്ങനെ ഇരുന്ന് കഥ പറയും. പിന്നെ ഷൈൻ അപ്പോഴേക്ക് പോകും കേട്ടോ, ജോലിക്ക് പോകാൻ അങ്ങനെ പോകും. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പോകും. പിന്നെ അമൽ കുറച്ച് ദിവസം ലീവാണ്. കാര്യം കല്യാണത്തിനോടനുബന്ധിച്ച് ലീവ് എടുക്കല്ലോ. അങ്ങനെ കുറച്ച് ലീവാണ്. അപ്പം പറ്റുമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോവും. പിന്നെ മെയിനായിട്ട് ഇവിടെ ഇരിക്കുക. പിന്നെ വിരുന്നുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ വിരുന്നിന് പോയി പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഷൈനു ജോലിക്ക് പോകാട്ടോ. ഈശ്വര സ്റ്റാർട്ടാവണില്ലേ? ഗൈസ് ഷൈന് പോയി. ഇനി അച്ഛൻ എവിടെ പോയതായിരുന്നു? ഞാൻ രാവിലെ 5 കിലോമീറ്റർ നടക്കാം. എന്നിട്ട് ഇനി അച്ഛൻ ചായ കുടിക്കും, കുറച്ച് കഥ പറയും, പാട്ട് കേൾക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഓഫീസിലേക്ക് പോവാ. 5 കിലോമീറ്റർ നടക്കുമ്പോൾ തന്നെ ടയേർഡായി. ഡെയിലി ഞാൻ നടക്കാറുണ്ട്. അച്ഛൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം നടത്താന്ന് അച്ഛൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അച്ഛന് ചായ വെച്ച് കൊടുക്കാം. ഇന്ന് ഞാനാട്ടോ ചായ വെച്ച് കൊടുക്കുന്ന ഡ്യൂട്ടി. അച്ഛൻ പാട്ട് പാടി നടക്കുകയാണ് കേസ്. അച്ഛന് പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഭ്രാന്താണ്. പാട്ട് വെക്കില്ല അച്ഛൻ? പാട്ട് വെക്കില്ലേ? റിസപ്ഷൻ്റെ അന്ന് അച്ഛൻ എത്ര പാട്ടായിരുന്നു പാടിയത്? 4 പാട്ട്. അപ്പം അതിനുണ്ടാവും.
അച്ഛൻ ഫുൾ ആക്റ്റീവാണ്. അപ്പോഴാണ് എൻ്റെ വിവരം അറിയാൻ പോണത്. ഇപ്പോൾ സമയം 8:30 ആയിട്ടോ. പിന്നെ നമുക്ക് അമലിനെ വെറുതെ ഒന്ന് വിളിച്ച് നോക്കാം. എണീക്കാനൊന്നും പോകണില്ല, എന്തായാലും നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ഹായ്. ഗുഡ് മോർണിംഗ്. അല്ല ഗുഡ് മോർണിംഗ്. എണീക്കില്ലേ? എണീക്കാറായില്ലേ? അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അമലായിട്ട് എണീറ്റുണ്ട്. അപ്പം ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എണീറ്റിട്ട് താഴേക്ക് പോകും. താഴെ പോയി അവിടെ റൂമിൽ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞിട്ട് ഫോണൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോവുക. അപ്പോൾ പിന്നെ ജോലി കുറച്ച് ദിവസം ലീവാക്കിയതുകൊണ്ട് വേറെ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. ഞങ്ങൾക്ക് ചെറിയ കറക്കം അങ്ങനത്തെ പണികളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് താഴേക്കല്ലോ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ ഒരാൾ ഏത് നേരം കണ്ണാടീൻ്റെ മുന്നിലാണ് റെഡിയായി നടന്നുകൊണ്ടിരിക്കുക. പല്ല് കേൾക്കാം. അപ്പം നമുക്ക് ചായ വെക്കാം. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം? അല്ല, നൂൽപുട്ടും ബീഫും. കിടിലൻ കോമ്പിനേഷൻ. ചായയും കൂടെ ആയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങൾ കണ്ട് ഇവിടെ സൊസൈറ്റിയിലെ പാലാട്ടോ വാങ്ങുക. അപ്പോൾ കുറേ ഇങ്ങനെ പാടുണ്ടാവും. അതൊക്കെ അമ്മ എടുത്ത് വെച്ചിട്ട് നെയ്യാക്കല അവിടെ. ഞാൻ വരുമ്പോഴത്തേക്ക് എന്താ പറയുക, രാവിലത്തെ നൂൽപുട്ട് ഉണ്ടാക്കൽ പണിയൊക്കെ കഴിഞ്ഞു. ഇറങ്ങിയ ഗൈസ് ഈ ബീഫ് കറി വെച്ചാൽ ഞാനാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ശരിക്കും പറ, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. മീൻ നന്നാക്കൽ കഴിഞ്ഞ് ഇപ്പം ഉപ്പേരിക്കുള്ള ഇത് അരിയാട്ടോ. ഇത് മത്തൻ്റെ അരിയാണ്. ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ കൂട്ടാൻ തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ ഉപ്പേരി വെക്കുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ അവിയൽ ഉണ്ടാക്കുകയാണ് ഉച്ചക്കത്തേക്ക്. അങ്ങനെ ആ പണി പകുതിയായപ്പോൾ അമ്മ ഏറ്റെടുത്തിട്ടോ. ഇനി അടുത്തൻ്റെ പണി ഇതാണ്. തുണിയൊക്കെ തിരുമ്പിയതുണ്ട്, അതൊക്കെ ഇനി മേലെ കൊണ്ടുപോയിട്ട് ആറിടണം. അപ്പോൾ നമുക്ക് ആറിടാൻ പോവാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അങ്ങനെ പണിയൊന്നുമില്ല. അങ്ങനെ അമ്മയും ഞാനും കൂടെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ നല്ല രസമാട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് പണിയൊന്നുമില്ല. ഇനിയിപ്പം ഈ പണി കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് വിളിക്കാണ്ട്. എല്ലാവരും വിളിക്കും ഞാൻ. എന്താ പറയുക, എല്ലാവരും വിളിച്ചിട്ട് വർത്താനൊക്കെ പറയും. വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഉമ്മേനെ വിളിക്കും. പിന്നെ എല്ലാവരും അങ്ങനെ വിളിച്ച് കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പണിയൊക്കെ തീർന്നിട്ടാട്ടോ കുളിക്കാൻ പോവാം. കാര്യം പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ പോവൽ. എന്തൊക്കെയാ ഫുഡ് ഉച്ചക്കത്തേക്ക്? മത്തി വറ്റിച്ചത്, മത്തി പൊരിച്ചത്, മത്തനട, ഉപ്പേരി.
അമ്മയ്ക്ക് അച്ഛന് ഭയങ്കര ആക്റ്റീവാണ്, അമ്മ കുറച്ച് ഷൈ, അതുകൊണ്ട് അമ്മയ്ക്ക് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ചെറിയതായിട്ടുള്ള മടിയുണ്ട്. അതാണ് അമ്മേനെ അധികം കാണാത്തത്. അപ്പോൾ ഗൈസിൻ്റെ പണി മൊത്തം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 12:30 ആയിട്ടല്ലോ കേട്ടോ സമയം. ഇനി നമുക്ക് കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പം അമ്മ മീൻകറി, പിന്നെ പച്ചക്കറി ഉണ്ടോ? പച്ചക്കറി ഉണ്ട്, പിന്നെ ഉപ്പേരി, മീൻ വറുത്തതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ പോയി കഴിക്കാനേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം പോയിട്ട് കുളിച്ച് വരാം. അപ്പോൾ ഗൈസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. അമ്മക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ, നമുക്ക് പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായില്ലേ? ഫുഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേറ്റൊക്കെ സെറ്റാക്കി വെച്ചാണ്. പച്ചക്കറി, ചോറ്, മീൻകറി, ഉപ്പേരി, അച്ചാറ്, മീൻ പൊരിച്ചത്. അവിയലാണ് അത്, മറന്നു കഴിക്കും. അമ്മ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ, കണ്ട. ഇവിടെ ഒരാൾ തീരെ പച്ചക്കറി കഴിക്കാത്തതുകൊണ്ട് പച്ചക്കറി തീരെ മീൻകറി വേണ്ടല്ലോ, അവിയലല്ലേ വേണ്ട. ഞാനാണ് ഈ പാത്രത്തിൽ അച്ചാറ് മുക്കാ ഭാഗം തീർത്ത് കേട്ടോ. ഇത് ഫുള്ള് അച്ചാറായിരുന്നു, ഇത് മൊത്തം ഇത്രയും ഞാനത് ദിവസം 2 നേരം ഞാൻ. അങ്ങനെയല്ല, ഇതിന്റെ ഒരു ഫുൾ ബൗൾ തീർത്തതിന് ശേഷം രണ്ടാമതാക്കി അച്ചാറാണ്. രണ്ടാമതാക്കി അച്ചാറാണ്, ആദ്യത്തെ ബൗൾ ഞാൻ തന്നെ തീർത്ത്. അത് ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ. അവിയൽ കൂട്ടിയിട്ട് ഒരു സൈഡ്, ഇപ്പുറത്തത് മീൻകറി. അവിയൽ ഇങ്ങനെ കൂട്ടാം, ഉപ്പേരി വെക്കാം. അത് എന്തെയ്യാ? എനിക്ക് ഐസ്ക്രീം വേണം. എന്താ ചിരിക്കുന്നേ? എനിക്ക് വാനില. ഓക്കേ. ഫാമിലി പാക്ക് വാങ്ങണേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമാണ്. അമ്മ ഉണ്ടോ ഇവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ടി വിയിൽ പാട്ടും വെച്ചിട്ടുണ്ട്. താങ്ക് യു. അവലേട്ടന് ജലദോഷമായതുകൊണ്ട് ഐസ്ക്രീം ഇല്ല. ഇനി ആഴ്ച നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് പാത്രത്തിലാക്കിയിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വേറെ സ്പാനിഷ് ഡിലൈറ്റും കൂടി ഉണ്ട്, അതും കുറച്ചെടുക്കാം, ഇതും കുറച്ചെടുക്കാം. എന്താ സന്തോഷം. ഇവർക്ക് സ്പാനിഷ് ഡിലൈറ്റും വാനിലയും കൂടെ മിക്സായി കഴിക്കണം. അതന്നെ, അതിനാണ് കുറച്ച് ബൗള് ചെറുതായതൊന്നൊരു സംശയം. ഇത് കഴിച്ച് തീർന്നു പോയി. കുറച്ചും കൂടെ ഉള്ളു. കഴിച്ചിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം കേട്ടോ. ഇവിടെ ഒരാൾ കൊതിച്ചിരിക്കുന്നുണ്ട് കഴിക്കാൻ പറ്റാഞ്ഞിട്ട്. ആണോ? കുറച്ച് കഴിച്ചോ? സത്യം പറ, വിഷമല്ലേ? അമ്മേ, എന്റെ ദൈവമേ, പകുതി തീർത്ത്. സല്ല് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സല്ലും ശ്രീയും ഷാമിയും ഉമ്മയൊക്കെ ഒരു വീട്ടിലുണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ വിചാരിച്ചു.
ഇന്ന് വിളിച്ചിട്ടില്ല. ഓരോരോ തിരക്കിലായിട്ട് പുറത്തു പോയതേനു. അപ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലത്തല്ലേ. പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഒന്നിച്ചുണ്ടാകുമ്പോൾ വിളിക്കാം. ഹായ് ഹായ് ഗായ്സ്, എന്താ പരിപാടി ഇപ്പോഴോ? ഞങ്ങളില്ലാതെ ഞാനേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാം. ഇവരോട് ഞാനിങ്ങനെ പറയുന്ന സമയത്താണ് കേസ് ഇവർക്ക് അറിയുള്ളൂ ഞാനിവിടെ അത് ചെയ്യണ്ടേ അത് ചെയ്യണ്ടേ. ഇനി ഇവരെന്നെ ഇനി വീഡിയോ ഇരുന്ന് കാണട്ടെ ഓരോ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതല്ലാണ്ട് അറിയല്ലോ. അയ്യോ അയ്യ അയ്യേ ഇതെന്റെ ചെക്കനല്ല. എന്ത് ഇതെന്റെ ചെക്കനല്ല. എടാ തൽക്കാലത്തേക്ക് മറ്റേ ആ സിനിമയിൽ തിലകന്റെ മീശല്ലേ ഇങ്ങനെയുള്ള അതേപോലെ എന്തോ ചേരിത്തുപ്പ് കടിച്ച പിടിച്ച പോലെ ആയില്ലേ. എങ്ങനെ വരാതിരിക്കും. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോ കുറച്ചെങ്കിൽ സമാധാനം ഉണ്ടാവുന്. എനിക്ക് തോന്നുന്നു ബർത്ത്ഡേ ആയ സമയത്ത് എനിക്ക് തോന്നുന്നത് ഷാമി എന്തോ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. അല്ലാതെ എന്റെ ചക്കൻ ഇങ്ങനത്തെ പണിക്കൊന്നും ഇല്ല. അപ്പൊ സ്വയം എടുത്തു വെച്ച പണിയാണല്ലേ. അപ്പൊ അനുഭവിച്ചോ. ഉമ്മയുടെ വിളിക്കുമ്മനെ ഇറക്ക് താഴേക്ക്. അത് ശരി അമ്മ അമ്മ അത് അങ്ങനെ ആയ നന്നായി. ഇന്ന് വരണം. നിങ്ങൾക്ക് അതിന് മിസ് ചെയ്യുന്നൊന്നുമില്ല ഗൈസ്. ഇവർക്ക് എന്നെ മിസ് ചെയ്യണമൊന്നുമില്ല. ഈ അങ്ങോട്ട് നീങ്ങിയിരുന്നാള് എന്റെ വോയിസ് തീർന്നു. ചെലപ്പോ എന്താലേ സ്പെഷ്യല് അതൊക്കെ വീഡിയോ കാണുമ്പോ കണ്ടാ മതി. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ആ വ്ളോഗിലൂടെ അറിയേണ്ടി വരും. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യും ഡേ ഇൻ മൈ ലൈഫ്. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തരും. തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ഇനി ബാക്കിയുള്ളവർ തീരുമാനിക്കാം. ക്യാമറാമാൻ അളിയതാ അളിയാ ഞാനിവിടെയുണ്ട് ഗൈസ്. വലിയ ശീലില്ല, ശീലായിക്കോളും, കുഴപ്പമില്ലടാ. ഇന്നലെ ഞാൻ രാത്രി നെയ്ച്ചോറും ബീഫ് കറിയും വെച്ചു. അല്ല അതെന്താ വെച്ചാല് ഒരു പ്രാവശ്യം വാങ്ങിച്ചു. എന്നിട്ട് അത് ഹാഫ് ആക്കിയിട്ട് ഒരു ദിവസം വെച്ച്. അപ്പൊ ഫസ്റ്റ് വെച്ചപ്പോ ഇഷ്ടായി. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം അപ്പോൾ പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് പിറ്റേ ദിവസം നെയ്ച്ചോറ് വെക്കാം. അങ്ങനെ നെയ്ച്ചോറും ബീഫ് കറി. സംഭവം എന്തായാലും എങ്ങനെ ടേസ്റ്റ് ഉണ്ടായി. ശരിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം തരാം. അപ്പം കൊടുത്താൽ ഇത്തവണ നമുക്ക് സെറ്റ് ആക്കാവുന്ന. ഇത്തവണ എന്തൊക്കെ ചെയ്യേണ്ടതെന്നാ ഞാൻ ആലോചിക്കുന്നത്. വീഡിയോ കോളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അമ്മതാ ചായയും അവില് എന്തേനമ്മേ അവില് വറുത്ത് പൊടിച്ചത് വേണ്ട. പിന്നെ എനിക്ക് കാപ്പി, അമലിന് ചായ. അപ്പോൾ ഇനി അത് കഴിക്കാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ 2 മണിക്കൂർ ഇടവേളയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ചോറന്നെ ഉണ്ട് ദഹിച്ചില്ല. പക്ഷേ ഇപ്പോൾ കറക്റ്റ് 4:30 സമയം. കറക്റ്റ് ഞാനിപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ പോകാട്ടോ. കൈസ് അച്ഛൻ വന്ന്. അച്ഛാ ചായ വെക്കട്ടെ? ഓക്കെ കൈസ് നമുക്ക് ചായ വെക്കാം. ഗൈസ് ഷൈനും വന്നു. ഹായ്
അച്ഛൻ ഇവിടെ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്, പലഹാരം കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇനി അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമുക്ക് പോകാനുണ്ട് കേട്ടോ. ഒരിവിടെ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഓരോ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോവാം അല്ലേ അച്ഛാ? ഇവിടെ അടുത്തല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോവാം കേട്ടോ. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അമ്മ ഉണ്ട്, പിന്നെ ഇതാ അമലും ഉണ്ട്, അച്ഛൻ പുറത്ത് കാത്തിക്കുണ്ട്. അപ്പോൾ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാട്ടോ ഇത്. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോകുന്നു നേരെ മെയിൻ റോഡിലേക്കാട്ടോ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മേ? അമ്മേ അമ്മേനെ എടുക്കല്ലേ എന്ന് പറയാം അമ്മ. അമ്മയും മോളും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ കാര്യമായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ്, പക്ഷെ അവിടെ ആരില്ലാന്ന് പറഞ്ഞത്. പറ്റിക്കാണ് ഗൈസ്. വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം കാണിച്ചിട്ട് സൈലിനോട് പറയാ എവിടെയോ ദൂരെ എവിടെയോ വന്നിട്ടാണില്ലെന്ന് പറഞ്ഞിട്ട് സൈലിനെ പറ്റിക്കാണ്. എടി ഓടല് എവിടെയാണ് നീ ഓടിപ്പോണേ? നമ്മള് കുറച്ച് ദൂരം എത്തി. നമ്മൾ നിന്ന വഴി അതായിരുന്നു കേട്ടോ. നിന്ന വഴി സ്ഥലം അതായിരുന്നു. ഓടി കയറിയിട്ടാ ഇവിടെ എത്തി. നീ ഓടിക്കയറിയിരിക്കും. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഓർമ്മ വീഡിയോ എടുക്കാനുള്ളത്. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണ്. വയറ് ഫുള്ളാണ്, പക്ഷേ അമ്മ ചോറുണ്ണാടെ സമ്മതിക്കില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ചോറുണ്ണാം. അതുകൊണ്ട് കുറേ ലേറ്റായിട്ടോ കഴിക്കുന്നത്. ഉച്ചക്കത്തെ അതേ വിഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. എന്താ ചിരിക്കുന്നത്? ഞാൻ നിശബ്ദയായി നോക്കിയിരിക്കും. ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്ര ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഞാൻ ഇത്ര ഫുഡൊന്നും കഴിക്കുന്നതല്ല കേട്ടോ. ഞാൻ വളരെ വളരെ കുറച്ച്. പിന്നെ എപ്പോഴെങ്കിലും ഹെവി ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മീൽ ഞാൻ സ്കിപ്പ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഞാൻ 5-6 മീലുകളൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ചിട്ട് ഇപ്പം എനിക്ക് എപ്പോഴും എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കണം എന്നുള്ള അവസ്ഥയായി മാറിയിട്ടുണ്ട്. അതാണ് സൽക്കാരത്തിന് പോയപ്പോഴും ഭക്ഷണം വേണം. ഹോട്ടലൊന്നും പോയി ഈ പുറത്തേക്ക് നടന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നും. അതും ഇത് കഴിയും. ഇപ്പൊ സത്യം പറഞ്ഞ ഹോട്ടൽ കണ്ട വെറുപ്പായി. വീട്ടിലിപ്പോ ഡൈനിങ് ഹാളിലേക്ക് കയറാൻ പോലും എനിക്ക് താല്പര്യമില്ല സത്യം. ഈ കല്യാണം കഴിഞ്ഞ് വിരുന്നിനൊക്കെ പോയിട്ടെ കുറെ സല്ലു തുടങ്ങി വെച്ചതല്ലേ കുറേ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മാസം ആവാനായി, 2-3 ആഴ്ചയായി. സൽക്കാരം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് വിളിച്ചവരുടെ പെൻഡിങ് ലിസ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. വിളിക്കാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് വിളിക്കാൻ പെൻഡിങ് ആയി കിടക്കുന്നത്. ഗൈസ്, അപ്പോൾ അതാ ഒരു ദിവസം അങ്ങനെ കഴിയാറായി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി പിന്നെ അടുക്കള ഒക്കെ ക്ലോസ് ചെയ്തിട്ടോ. ഇനിയിപ്പം അച്ഛനൊക്കെ നേരത്തെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഇപ്പോൾ പിന്നെ ഉണർന്നിട്ടുണ്ട്. പിന്നെ ഷൈന് കിടക്കാൻ പോയി. ഞങ്ങളിനി കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അന്നത്തെ ദിവസം കുറേ ഫുഡ് അടിയായിരുന്നു, പിന്നെ കുറച്ച് പണി. പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് പുറത്തൊന്നും പോയില്ല. പുറത്തൊക്കെ പോകുന്ന ദിവസങ്ങളിൽ വേറെ തന്നെ രീതിയിലാണ്. ഇതിപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളതല്ലേ. അപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുക. പിന്നെ അങ്ങനെ ചിലപ്പോൾ ഫ്രണ്ട്സിനെ ഞാനും കാണും, അതായത് അമലിൻ്റെ ഫ്രണ്ട്സിനെ, ഇവിടുത്തെ ഫ്രണ്ട്സിനെ അങ്ങനെയൊക്കെ കാണും. ഇതിപ്പം നമ്മൾ വീട്ടിൽ വെറുതെ ചില്ല് ചെയ്തിരുന്ന ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരില്ലെങ്കിലും ഞാൻ വലിയ കുഴപ്പമില്ലാതെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്കൊരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങാം. എന്താ ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഫ്രഷായി വന്നിട്ടോ. ഇനിയിപ്പോൾ ഉറങ്ങാനേ ഉള്ളൂ.
ഇന്ന് എങ്ങനെയാ വെച്ചാൽ നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് നടക്കാനല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം എങ്ങനെയാണെന്നുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ ഒരു ദിവസം. ഇനി ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കോഴിക്കോട്ടേക്ക് പോകും കേട്ടോ. കാര്യം പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ ഷൂട്ടിലേക്ക് കിടക്കണ്ടേ, അപ്പോൾ ഷൂട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഷൂട്ട് ചെയ്തിട്ട് അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരും. അങ്ങനത്തെ ഒക്കെ രീതിയിലാണല്ലോ. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഈ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ. ടാറ്റാ. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.